സിസ്റ്റർമാരും ഡോക്ടറും എല്ലാം വളരെ സ്നേഹത്തോടെ നമുക്കൊരു ധൈര്യം തന്ന് ഒരു സ്നേഹമായിട്ട് തന്നെ ഇടപെടുന്നവരാ. എല്ലാ കാര്യം ഭംഗിയായിട്ട് നടന്നു. നന്ദി. ഇതിൽ കൂടുതൽ എന്താ പറയണെന്ന് എനിക്ക് അറിയില്ല. നെടുങ്കണ്ടം തരണ്ട ആശുപത്രിയിലും പോയത് അവിടത്തെക്കാളും എനിക്കൊന്നുകൂടെ ഒരു കംഫർട്ടായിട്ട് തോന്നി ഇവിടെ. നമ്മളൊരു അബോർഷൻ കഴിഞ്ഞിട്ടൊരു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സ്പോർട്ടിങ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് നിൽക്കാത്തതിനെ തുടർന്നാണ് ഇവിടെ വന്ന ഡോക്ടർ മധുജനെ കൺസൾട്ട് ചെയ്തത്. ഇവിടെ ഓരോ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുമ്പോഴും ഡോക്ടർ അതിനനുസരിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യുകയും നമ്മുടെ ടെൻഷൻ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ഡോക്ടർ നമ്മളെ മുഴുവനായിട്ട് നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ഒരു മനസ്സ് ഡോക്ടർക്കുണ്ട്. അതനുസരിച്ച് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരികയും അത് കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. മാം മാത്രമല്ല അവിടുത്തെ ഓരോ സ്റ്റാഫ്സും പ്രത്യേകിച്ച് അവിടുത്തെ ഇങ്ങനെ ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലോ, അവരുടെ റോള് ഭയങ്കര. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ അവരോട് ഒരു ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമൊക്കെ വളരെ പോസിറ്റീവായിട്ട് തോന്നി. ശരിക്കും ഫസ്റ്റ് ഒരു 2 months അപ്പോഴത്തേക്ക് ബ്ലീഡിങ് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞത് നോർമൽ സംഭവമാണെന്നുള്ള രീതിയിലാണ് നമ്മളത് പറഞ്ഞു, പേടിക്കേണ്ടെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ നമുക്കൊരു ഡൗട്ട് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡൗട്ട് വന്നു. നമ്മൾ ഒരു അടുത്ത ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് നിന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതൊരു DNC ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്ന സമയത്ത് പിന്നീടും സ്പോട്ടായിട്ട് ബ്ലീഡിങ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് ശരിക്കും ഒരു 3 months എടുത്താണ് അല്ലേ. 3 months ആയപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പായി. പിന്നെ അവിടെ ഒരു 3 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ബേബി ട്രൈ ചെയ്തത്. നമ്മൾ വരുമ്പോൾ നമുക്കൊരു ടെൻഷനായിട്ടായിരിക്കും വരുന്നത്. കാരണം ഇത് നമുക്ക് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പേടിയുണ്ടാവും. പിന്നെ ഏജ് ഒരു മീൻസ് 37, 38 എന്ന് പറയുമ്പോൾ ഒരു ഏജ്, അതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു കോംപ്ലിക്കേഷൻ ആയില്ല.